ഇസ്രയേൽ പൂർണ്ണശേഷിയോടെ ഇന്നു രാത്രിയിൽ 3 രാജ്യങ്ങളെ ആക്രമിക്കുമെന്ന് റിപ്പോർട്ട്. ഒക്ടോബർ 7-ന് തങ്ങളുടെ രാജ്യത്ത് കടന്നുകയറി നൂറുകണക്കിന് പേരെ വെടിവെച്ച് കൊന്നതിന് പ്രതികാരം തീർക്കാനാണ് ഇത്തരം ഒരു നീക്കമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഇറാന്റെ ആണവ നിലയങ്ങൾ ഇസ്രയേൽ വ്യോമാക്രമണത്തിലൂടെ തകർത്തേക്കുമെന്ന അഭ്യൂഹവും ശക്തമാണ്. ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിക്കുന്നതിന് പിന്തിരിയണമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ യാതൊരു ഉറപ്പും ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് ബൈഡൻ ഭരണകൂടത്തിന് ലഭിച്ചിട്ടില്ല എന്നാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രയേലിന്റെ അവകാശത്തെ പിന്തുണയ്ക്കുന്നുവെന്നും ബൈഡൻ വ്യക്തമാക്കിയിരുന്നു. ഇറാന്റെ മിസൈൽ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി അവരുടെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കണമെന്ന് മുൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. നോർത്ത് കരോലൈനയിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രസംഗിക്കുമ്പോഴായിരുന്നു ട്രംപിന്റെ പ്രതികരണം. അതോടെ ഇന്നു രാത്രിയിൽ ഇസ്രയേൽ അന്ത്യയുദ്ധം നടത്തുമെന്ന് ഉറപ്പാണെന്ന് മാധ്യമങ്ങൾ പറയുന്നുണ്ട്. കഴിഞ്ഞ ഒക്ടോബർ 7-ന് ഹമാസിനെതിരെ ആരംഭിച്ച യുദ്ധം 1 വർഷത്തോട് അടുക്കുമ്പോഴും പൂർണ്ണ വിജയത്തിലെത്താൻ ഇസ്രയേലിന് സാധിച്ചിട്ടില്ല. തുടർന്ന് ഹിസ്ബുള്ളയും ഹൂതികളും ഹമാസിന് പിന്തുണയുമായി ഇസ്രായേലിനെതിരെ തിരിഞ്ഞിരുന്നു. ഹമാസിനെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യാൻ കഴിയാത്തത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കഴിവുകേടായാണ് ഇസ്രായേലിലെ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. ഹമാസിന്റെയും ലബനനിലെ ഹിസ്ബുള്ളയുടെയും പ്രധാനപ്പെട്ട നേതാക്കളെ വധിക്കാൻ കഴിഞ്ഞുവെങ്കിലും യുദ്ധം ജയിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ തന്റെ സർക്കാരിന്റെ ഭാവി അത്ര ശോഭനമാകില്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിന് വ്യക്തമാണ്. ഹമാസ് സായുധ സംഘം ഇസ്രായേലിൽ ആക്രമണം നടത്തിയതിന്റെ വാർഷികമായ ഒക്ടോബർ 7-ന് തിരിച്ചടി ഉണ്ടാകുമോ എന്നതിന് ഉത്തരം നൽകുക പ്രയാസമാണെന്നും അമേരിക്കൻ സർക്കാർ കേന്ദ്രങ്ങളെ ഉദ്ധരിച്ച രാജ്യാന്തര മാധ്യമങ്ങൾ പറയുന്നുണ്ട്. ഈ മാസം 1-ാം തീയതി ഇസ്രയേലിലേക്ക് 181 മിസൈലുകളാണ് ഇറാൻ വിക്ഷേപിച്ചത്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് മിസൈൽ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഭൂഗർഭ കേന്ദ്രങ്ങളിൽ അഭയം തേടേണ്ടതായി വന്നു. മിസൈൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് ഏറ്റെടുത്തിരുന്നു. ഭൂരിഭാഗം മിസൈലുകളും വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതായി ഇസ്രയേൽ അവകാശപ്പെടുന്നുണ്ട്. ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രല്ലയെ വധിച്ചതിന് പിന്നാലെയാണ് ഇസ്രയേലിലേക്ക് ഇറാൻ മിസൈൽ തൊടുത്തത്. അതേസമയം ലബനനിലെ പോരാട്ടം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേൽ. ഹിസ്ബുള്ള നേതാക്കന്മാരെ ലക്ഷ്യമിട്ട് നടത്തിയ വ്യോമാക്രമണത്തിൽ 400-ലേറെ അംഗങ്ങൾ കൊല്ലപ്പെട്ടുവെന്നാണ് ഇസ്രയേലി സൈന്യത്തിന്റെ വക്താവ് അറിയിച്ചിരിക്കുന്നത്. ബെയ്റൂത്തിലെ തെക്കൻ പ്രദേശങ്ങളിലാണ് ഹിസ്ബുള്ള നേതാക്കളുടെ താവളങ്ങളെ കേന്ദ്രീകരിച്ച് ആക്രമണമുണ്ടായത്. കൊല്ലപ്പെട്ട ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രല്ലയുടെ പിൻഗാമിയായ ഹാഷിം സഫേദിനെ ഇസ്രയേൽ വധിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ ദിവസം നടത്തിയ വ്യോമാക്രമണത്തിന് ശേഷം ഹാഷിം സഫേദിന്റെ വിവരമില്ലെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇസ്രയേൽ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഇതിനിടെ തെക്കൻ ലബനനിലെ 25 ഗ്രാമങ്ങളിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രയേൽ സൈന്യം വ്യാഴാഴ്ച നിർദ്ദേശിച്ചതിന് പിന്നാലെയാണ് ആക്രമണം ശക്തമാക്കിയത്. ലബനനിൽ കരയാക്രമണം തുടങ്ങി 2-ാം ദിവസമായ ബുധനാഴ്ച ഇസ്രയേലിന്റെ 8 സൈനികർ കൊല്ലപ്പെട്ടതിന് തിരിച്ചടിയായാണ് ആക്രമണം ശക്തമാക്കിയത്. അതേസമയം ഗാസയിൽ ഇസ്രയേൽ ആക്രമണം കടുപ്പിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. പലസ്തീനിലെ പള്ളിയിലും സ്കൂളിലും ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ടതായി ഹമാസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ മന്ത്രാലയത്തെ ഉദ്ധരിച്ച അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നിരവധി പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റതായാണ് വിവരം. ലബനനിലെ ഏറ്റവും ഭീകര രാത്രിയെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതിനെ വിശേഷിപ്പിച്ചത്. 30-ലേറെ വ്യോമാക്രമണങ്ങളാണ് കഴിഞ്ഞ രാത്രിയിൽ ബെയ്റൂത്തിന് നേരെ ഇസ്രയേൽ നടത്തിയത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.